നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു ചെറിയൊരു വീഡിയോ ആണേ. ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പല നിമിഷങ്ങളും നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ ആ വീഡിയോകളിലൂടെ ഞാൻ എന്താണ്, ഞാൻ ആരാണെന്നൊന്നും അധികം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ പിന്നിലിങ്ങനെ നിന്നിട്ടാണ് സംസാരിക്കുക അല്ലേ. കൂടുതലായിട്ട് എന്നെ അധികം എല്ലാവർക്കും ഇപ്പോൾ കുറേ പേരിങ്ങനെ പുതിയ ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുന്നതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. ആ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ പിന്നിലൊരാളായിട്ട് എന്നെക്കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാട്ടോ. അപ്പം ഞാൻ ഇന്നോർത്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് എന്നെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന രീതിയിൽ പറഞ്ഞാൽ ഒരു പരിചയപ്പെടൽ. അപ്പോൾ എന്നെ ഇങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാം ഒന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ എന്നെപ്പറ്റി പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. അപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, അല്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് എൻ്റെ പേരും എന്നെ വീട്ടിൽ വിളിക്കുന്നവരും എല്ലാം അറിയാമായിരിക്കും. ഇതങ്ങനെയല്ല, എന്നെ കണ്ടിട്ടോ എന്നെക്കുറിച്ച് അറിയാത്ത കുറേ പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഒരുവിധം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്നെ വീട്ടിൽ നന്ദന എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഒറിജിനൽ പേര് ലക്ഷ്മി എന്നാണ് കേട്ടോ. ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. MSc കഴിഞ്ഞിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് ഞാൻ ജോലിക്കൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ജോലി കുറച്ച് നാളത്തേക്ക് നിർത്തി വെച്ചിട്ട് എനിക്കൊന്ന് എൻ്റെ വീട്, ഹസ്ബൻഡ്, വീട്ടുകാർ, എൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആസ്വദിക്കണം എന്നൊരാഗ്രഹത്തിൽ കുറച്ച് നാൾ ഞാൻ ഒന്നിനും പോവാതെ അങ്ങനെ നിന്നിട്ടാ. ആ സമയത്താണ് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആവുന്നതും പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കാനായിട്ടായി പിന്നെ എൻ്റെ സമയങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പിന്നെ ജോലിക്കൊന്നും ട്രൈ ചെയ്തിട്ടുമില്ല. പിന്നെ അവനൊന്ന് വലുതായിട്ടാവട്ടെ എന്ന് ഓർത്തിട്ട് മാറ്റി വെച്ചിരുന്നൊക്കെയായിരുന്നു കേട്ടോ ജോലി എന്നൊരു കാര്യമൊക്കെ. അപ്പോൾ ഇത്രയും പഠിച്ചിട്ട് എന്തിനാ ജോലിക്ക് പോവാതെ ഇങ്ങനെ ഇരിക്കണേന്ന് എന്നോട് എല്ലാവരും ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിൻ്റെ HDC എന്ന് പറഞ്ഞൊരു എക്സാമൊക്കെ എഴുതി, അതൊക്കെ ക്ലിയർ ആയി. അങ്ങനെ ബാങ്കിൽ ജോലിക്കൊക്കെ പോകാമെന്നും പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്നത് കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്നാൽ മോള് ആയപ്പോൾ ഇനി അവളും കൂടി കുറച്ച് ആവട്ടെ. അപ്പോൾ അവൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായ, കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ടതായ ഒരു സമയത്ത് കൊടുക്കേണ്ട കെയർ നമുക്ക് എപ്പോഴും കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു ഇതിൽ ഞാൻ പ്രയോറിറ്റി കൂടുതലായിട്ട് കൊടുത്തത് എൻ്റെ കുടുംബത്തിനും എൻ്റെ കുട്ടികൾക്കും ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ ആ ഒരു രീതിയിൽ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ ഇരുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷെ ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല അല്ലേ. അങ്ങനെ ഞാൻ ആ മടി പിടിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ട്യൂഷൻ എടുക്കാനുള്ള കുറച്ച് അവസരങ്ങളൊക്കെ വന്നിട്ട് ആദ്യമൊന്നും ഞാൻ വേണ്ട വെച്ചിട്ട് പിന്നെ ഞങ്ങളോട് എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ കുറച്ചൊന്ന് എൻ്റെ ഒരു കരിയറിലേക്കും ഫോക്കസ് മാറ്റാം എന്ന രീതിയിൽ ഞാൻ പിന്നെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് ഞാൻ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു കാര്യം കൂടി ചെയ്യാൻ തുടങ്ങി. അതൊക്കെയാണ് ഇപ്പം എൻ്റെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനും വീഡിയോ എടുക്കാനും ഒന്നും എനിക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല കേട്ടോ. ആളുകൾ എന്ത് പറയും, എങ്ങനെ അതിനെ സ്വീകരിക്കും എന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ ഒരിക്കലും ധൈര്യമായിട്ട് തുടങ്ങി. ഇന്ന് നിങ്ങൾ ഓരോ ലൈക്കും കമൻറ്റും സ്നേഹവും എന്നെ മുന്നോട്ട് വീണ്ടും വീണ്ടും പോകാൻ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഷോപ്പിങ്ങും യാത്രകളും കുട്ടികളോടൊപ്പം എൻ്റെ ചെറിയ ചെറിയ നിമിഷങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ യഥാർത്ഥ നിമിഷങ്ങളായി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അഭിനയിക്കുന്നതല്ല കേട്ടോ. എൻ്റെ ജീവിതം എങ്ങനെയാണോ അത് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ യാത്ര ഇനിയും ഒരുപാട് ദൂരം പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചില വീഡിയോസിന് നല്ല വ്യൂസ് കിട്ടുന്നതും ചിലതിന് കിട്ടാതെ പോകും. അങ്ങനെയൊക്കെ ഭയങ്കര കാര്യങ്ങളൊക്കെ എൻ്റെ ഈ കാര്യങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും എന്നെ നിർത്തിയില്ല. കാരണം ഞാൻ ചെയ്യുന്നതിന് ഞാൻ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ചെറിയ സ്വപ്നമുണ്ട്, ഈ ചാനൽ ഒരുപാട് ആളുകളുടെ സ്നേഹത്തോടെ വളരുന്നത് കാണണം. ആ യാത്രയിൽ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അതുകൊണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയാട്ടോ. ഈ കാര്യത്തിൽ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചെറിയൊരു കുടുംബത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളെല്ലാവരും ഉണ്ടാവണം കേട്ടോ. ഇനി ഒരുപാട് നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഇനിയും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്ത് എന്നെ നല്ലൊരു രീതിയിൽ ആകാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. വൈകുന്നേരം തൊട്ടിട്ട് ഇപ്പോൾ രാത്രി ഒരുവിധം രാത്രിയൊക്കെ ആയി, ഇനി കിടക്കാനായിട്ടുള്ള സമയത്തിലേക്ക് എത്താണ് കേട്ടോ. ആ സമയം വരെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സന്ധ്യക്ക് എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ട്യൂഷനും എടുത്ത് അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ജോലി കഴിഞ്ഞ് വരാനുള്ളൊരു കാത്തിരിപ്പാട്ടോ. വിഷ്ണു വന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഏട്ടനും കൂടി വരണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം TV ഒക്കെ കണ്ടിരിക്കും കേട്ടോ. ഇനി രാത്രി പിള്ളേർ
പിള്ളേരും ഞാനും എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഏട്ടൻ വരുന്ന സമയത്താണ് പിന്നെ ചോറ് കഴിക്കാനും പിന്നെ ഏട്ടൻ വന്ന് എല്ലാവരോടും കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് വിഷ്ണുവിനോടും ഇന്ന് ജോലിക്ക് പോയതിൻ്റെ കാര്യം വിഷ്ണുവിനോടും ചോദിക്കുന്നുണ്ട്. പിന്നെ പിള്ളേരോടും ഒക്കെ ഓരോ സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏട്ടൻ പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാം കേട്ടോ. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കൽ രാത്രി. അപ്പോഴല്ലേ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാവുള്ളൂ. ആ സമയത്ത് എപ്പോഴും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ നോക്കാം കേട്ടോ. പിന്നെ കൺമണി ആ സമയത്ത് വിഷ്ണുവിൻ്റെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ കളിക്കൂട്ടാ. അങ്ങനെ കണ്ണനെ കൊണ്ടേ നേരത്തെ ഏട്ടൻ ഉറക്കും. പിറ്റേ ദിവസം രാവിലെ അവന് സ്കൂളിൽ പോകണ്ടല്ലേ. ആ സമയത്തേക്ക് ഞങ്ങൾ ഇനി കിടക്കാനുള്ള ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ട് എനിക്ക് കിടക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ച് ഇന്ന് നടന്ന എല്ലാത്തിനും നന്ദി, സന്തോഷം തന്നതിനെല്ലാം നന്ദിയൊക്കെ പറഞ്ഞിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.